ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നൈറ്റ് തൊഴുത്തിലോട്ട് വന്നിട്ട് അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈക്കോലിട്ട് കൊടുത്താണ് ഇപ്പോൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വൈബിലാണല്ലോ, പാട്ടൊക്കെ വെച്ചിട്ടാണ് ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈക്കോലിട്ട് കൊടുക്കുമ്പോൾ നൂലുണ്ടാ നോക്കിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം അവളുടെ വായിൽ കുടുങ്ങി. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ കേട്ടോ ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വളമൊക്കെ വരിയിട്ട് ഇതാ ക്ലീൻ ചെയ്തിരിക്കുക കേട്ടോ. നമുക്ക് തിരി കൊടുക്കട്ടെ. എന്താ അർജു എന്താണ് കഴിക്കുന്നത് ഇവിടെ? അപ്പോൾ നമുക്ക് കൊതുക് തിരി കൊടുക്കാട്ടോ. ലേറ്റർ അവിടെ നിൽക്കുന്ന ട്രൗസറൊക്കെ ഇവിടെ കിടക്കണേ. അപ്പോൾ കൊതുക് തിരി കത്തിക്കണം. കുഞ്ഞിനെ വെള്ളം നമ്മളൊന്ന് വീട്ടിൽ നോക്കാണ്ട് വയറാ കുഞ്ഞ് ഇട്ട് കൊടുക്കൊണ്ടപ്പോൾ ഇങ്ങനെ വയറ് വീർക്കാൻ പാടില്ല കണ്ടോ. അപ്പോൾ ഇനി വൈക്കോല് കൊടുക്കണ്ട വയറ് നോക്ക്, നീ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വയറിങ്ങനെ തിക്കുമുട്ടണ പോലെ കൊടുക്കണ്ടെന്ന്? കേൾക്കണ്ട? ഇന്ന് വേടനായിരിക്കണം. അയ്യോ പേടിച്ചോടിയാവേ. കാരണം പിന്നെ പേടിപ്പിക്കണത് പടക്കം വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതായത് നമ്മൾ വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കില്ലേ, എന്തിനിപ്പോൾ പടക്കം പൊട്ടിച്ചാലും അവർ ഓടും. ഇനിയിപ്പോൾ ഒരു ഇട്ടാ പൊട്ടിയിട്ട് പൊട്ടിച്ചാലും അവർ ഓടും കേട്ടോ. ധോണി അപ്പോൾ അതാ കൊതുക് തിരിയൊക്കെ കൊളുത്തി റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അമ്മ പശുവിൻ്റെ വയറ് ഡിമ്മുന്നുണ്ട്. ഞാൻ അപ്പനോട് അതാ പറയണത്, ഇനി കൊടുക്കല്ലേ എന്ന്. മേത്ത് തെറിക്കും. എന്തായാലും നീ കുളിക്കാൻ പോലെ. അപ്പോൾ കുളിക്കാൻ പോകണോണ്ട് അപ്പന് കുഴപ്പമില്ല. അപ്പന് മേലെ തെറിച്ചു. അത് അടുത്ത സമ്മാനം തരുമോ? അപ്പോൾ അമ്മു അമ്മൂൻ്റെയും കുഞ്ഞുൻ്റെ കളറ് നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കും, നല്ല വെള്ള കളറ്. അവളുടെ ഒരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെങ്കിൽ മക്കളെ പറയണ. കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് തോന്നിയിട്ടില്ല എന്നൊക്കെ. ഓയ്യോ നോക്കടി കുഞ്ഞു നിൻ്റെ അമ്മനെ മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വയറ് നിറച്ച് കൊടുക്കണ്ട, എന്നിട്ട് വൈക്കോലും ഇട്ട് കൊടുത്തിരിക്കുന്നത് നോക്ക്. ഇതിനുള്ള കമൻറ്റ് നിങ്ങൾ പറയണം കേട്ടോ. ഇങ്ങനെ വയറ് നിറച്ച് കൊടുക്കണോ, ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. ഞാൻ പറയും ഇങ്ങനെ കൊടുക്കണ്ട. കാരണം ഞാൻ ഡോക്ടർ വന്നപ്പോഴും അപ്പൂനിട്ട് പണി കൊടുത്തതാണ്. ഡോക്ടറെ അപ്പൂ ഇങ്ങനെ വയറ് നിറയെ ഇട്ട് കൊടുക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അവർക്ക് ഇങ്ങനെ ഇന്നലെ വയറ് കമ്പനം എന്തോ അപ്പൂ. നമ്മുടെ പോത്തപ്പന്മാരെ വേണ്ട, അവർ പിന്നെ ലിമിറ്റഡാണ്. എത്ര കൊടുത്താലും അയ്യാ ശരി തന്നെതാ. ഓക്കെ ഡൺ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാൻ പോകട്ടെ. ഇരുട്ടത്ത് ഡ്രമ്മിൽ വെള്ളം ഉണ്ടോ? നമുക്ക് വെള്ളം നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കിടക്കുന്നില്ലേ ബക്കറ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് പോകണ്ട കേട്ടോ. ഇവനെയാണ് ശരിക്കും ഇപ്പുറത്തെ സൈഡിൽ കെട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിൽക്കണോണ്ട് ഇതേ വരാൻ പറ്റില്ല. അയ്യോ ഞാൻ ബക്കറ്റിൽ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അഡീഷണൽ ഇത് റബ്ബർ ഷീറ്റിൻ്റെ അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അപ്പോൾ പേരിട്ടിരിക്കുന്നത് ഉമ്മക്കുലുസു കുഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ വേണ്ട നമ്മുടെ അമ്മൂനൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പുതിയ വളമൊക്കെ വാരി നമ്മുടെ കൊതുക് തിരിയിൽ വേഗം കൊതുക് കൊണ്ട് കേട്ടോ. നമ്മുടെ മുമ്പത്തെ റൗണ്ട് കൊതുക് തിരിയിൽ വേഗം പോകുന്നുമില്ല കൊതുക്. അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുമൊക്കെ എത്ര കൊതുകുണ്ടാവും. ഇപ്പോൾ കണ്ട കൊതുകൊന്നുമില്ല. ഇവിടുത്തെ വൈക്കോലൊക്കെ നമ്മൾ കൂട്ടി കത്തിച്ചു കേട്ടോ. ഇത് പുതിയ വൈക്കോലാണെന്ന് കാണുമ്പോൾ തന്നെ അറിയണ്ട. ഇനിയിപ്പോൾ ഇത് അടുത്തത് കത്തിക്കണം കേട്ടോ. ഈ കത്തിച്ച ചാരമൊക്കെ നമുക്ക് കൃഷിയുള്ള അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം വളവും അതുപോലെ തന്നെ വൈക്കോലും കൂടി മിക്സ് ആയിട്ടുള്ള ചാരമാണ് കേട്ടോ. ഇവർക്കും വെള്ളം വെച്ച് കൊടുക്കണം. അവർ ഈ സമയത്ത് വെള്ളം കുടിക്കുമോ? അപ്പോൾ എന്തായാലും കുളിക്കുന്നു. കാരണം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്. ഞാനൊന്ന് അപ്പോൾ വൃത്തിയാക്കുന്നത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. വെള്ളം കൊടുക്കണില്ലേ? ഇതിന് ഫ്ലാഷ് അടിച്ചാൽ ഇവരെ കാണുള്ളൂ. ഗുണ്ടു
ഗുണ്ടു ഏടാ നമ്മുടെ ഗുണ്ടൻ ഇരുട്ടത്ത് വരെ അറിയണ പോലും ഇല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ തൊഴുത്തിൽ രാത്രി പരിപാടികൾ കേട്ടോ. നമ്മളിന്ന് പോത്തപ്പന്മാരെ കൊടുക്കുക ചന്തയ്ക്ക് കയറ്റാന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ എപ്പോഴൊക്കെ കയറ്റാൻ വിചാരിക്കും. നമ്മളെല്ലാ ആഴ്ചയും കയറ്റണം വിചാരിക്കും. പക്ഷേ വാപ്പ അവിടെ പോയിട്ട് നോക്കുമ്പോൾ നാടൻ കന്നുകളുണ്ടാവും, അതുപോലെ തന്നെ കച്ചവടക്കാരും ഉണ്ടാവില്ല കേട്ടോ നമ്മളുടെ സമയം പോലെ. അപ്പോൾ വൈക്കോലൊക്കെ എടുക്കുന്നുണ്ട്. എത്ര കെട്ട് കഴിഞ്ഞിപ്പോൾ ശിബിരതാ ചോറുണ്ടാ? എന്താ കറി? ശിബിരൻ്റെ വീട്ടിൽ മുട്ടയാണ്, മുട്ടക്കറിയും കൂടി ശിബിര മാമുണ്ടതാണ് അല്ലേ? ശിബിര പത്തരമായിട്ട് സീരിയലൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് കേട്ടോ ചോറിനെ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു? ഇല്ലില്ല, ഇനി നാളെയല്ലേ അറിയുള്ളൂ. അവൾ ഇത്ര നേരം ഇവിടെ TV കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടി വി ഒക്കെ കണ്ട് അങ്ങോട്ട് പോയതാണ്. ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പത്തരമായിട്ട് സീരിയൽ ഇങ്ങനെ കണ്ടാണ്ട, കാണാറൊന്നുമില്ല. ഇന്നിപ്പോൾ ഇവരൊക്കെ ഇരുന്ന് കാണാണ്ടപ്പോൾ ഞാനും ഇങ്ങനെ വെറുതെ നോക്കിയത്. പത്തരമായിട്ട് സീരിയൽ കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ, ആരൊക്കെ കാണണ്ടെന്ന് അറിയാമല്ലോ നമുക്ക്. ഇന്നിങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ട് സ്വർണ്ണമൊക്കെ അവർ അതിൻ്റെ ഉള്ളിൽ പോയി തരണം, അങ്ങനെയൊക്കെ ഒരു സീൻ എടുക്കുന്നത്. എന്തിനാ 5 മണിക്ക്? നാളെ അപ്പൂനെ ക്രിക്കറ്റ് കളിയുണ്ട് അല്ലേ? എന്താവുന്നു നമുക്ക് കാണാം. അപ്പോൾ കഴിഞ്ഞില്ലേ തൊഴുത്തിലെ പരിപാടികളൊക്കെ? ആ തൊഴുത്തിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം അല്ല, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പശുക്കുട്ടിയൊക്കെ വേണ്ടാട് നിൽക്കണേണ്ട അമ്മു പശു. അപ്പം ഞാനെന്താ തൊഴുത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. തൊഴുത്തിൽ വന്ന നല്ല പരിപാടിയായിരിക്കും, ഫുൾ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന്. തീ കത്തിക്കാൻ ഇവിടെ ഈ സമയത്ത് ഇനി പോയിക്കല്ലേ പോ. ചിലപ്പോൾ എന്താണ് ഒന്നിച്ച് കത്തിയാലോ എന്ന് മേടിച്ചിട്ടാട്ടോ. അപ്പോൾ ഇവിടെ തീ വയ്ക്കാൻ പോകണം, ഇതിൽ തീ ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ അവിടെ വിറകുണ്ട്. അപ്പോൾ അങ്ങനെ കത്തിക്കണ്ട, ഈ സൈഡ് കത്തിക്കും. വെള്ളം ഒഴിച്ചാലും കാര്യമൊന്നുമില്ല, അത് ഉണക്ക വയ്ക്കുമല്ലോ, എവിടെയെങ്കിലും പിടിക്കണ്ട. രാത്രി സമയമാണ്. പിന്നെ ഇങ്ങനെ പുകയുമ്പോൾ ഇങ്ങനെ നന്നായി പുകഞ്ഞു കഴിഞ്ഞാൽ കൊതുക് വരില്ലല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. നല്ലോണം കത്തുന്നുണ്ടേ. ഇതിൻ്റെ മേലെ ഇല്ലേ ചാണകം കൊടുത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നനഞ്ഞ വൈക്കോലിട്ട് കഴിഞ്ഞാൽ നല്ലോണം പുകഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്തിക്കണോണ്ട് നല്ല ഗുണമാണ്. നിൽക്കോണീറ്റാ. അപ്പോൾ സിനിമ കാണണ്ടേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അത് അപ്പൂ കണ്ടോ നാളെ? അപ്പോൾ പ്ലീസ് അപ്പൂ, ഇന്ന് ഡൗൺലോഡ് ചെയ്യാനിട്ടില്ലേ മമ്മൂട്ടിൻ്റെ? എന്നപ്പോൾ നമുക്കത് കാണാം. എന്നിട്ട് അപ്പൂന് ആ സിനിമ ഞാൻ ഫോണിലേക്ക് ആക്കിത്തരാം. ആര്യൻ. ഞങ്ങൾ രണ്ടാളും എന്താ അതുപോലെ നൈറ്റിൽ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കൂസ് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഓരോ സിനിമ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് ആ പുതിയത്. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടാണ് ഉറങ്ങുക. അപ്പോൾ ആര്യൻ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അത് കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് അപ്പൂവിന് ഫുള്ളായിട്ട് കാണാനും പറ്റിയിട്ടില്ല. അപ്പോൾ അപ്പു ഞാൻ ആര്യൻ കാണണം പറയാം അല്ലേ അപ്പു? അപ്പോൾ ഇങ്ങനെ തീ പുകയിക്കാതെ അല്ല തീ കത്തിക്കാതെ, പുകഞ്ഞാലും കുഴപ്പമില്ല, കത്ത് ചെയ്ത ആ മൂടി വെച്ച് ഇരിക്കുന്നത് വിറകാണ്. ഇനിയിപ്പോൾ അത് പിടിക്കണ്ട. ഇതാ കൊതുക് തിരി ഇരുന്നുകൊണ്ട് എന്താണ് ഒരു കൊതുക് കടി കൊണ്ട് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ കത്തിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നമ്മളിരിക്കുന്ന ഇവിടെ കത്തിയാലും അപ്പുറത്തെ ആൾക്കാരുടെ ഇവിടെ കത്താണ്ടിരുന്നാൽ മതി. പറയുമോ അപ്പൂ പശുവിനെയും പോത്തിനെയും വളർത്തി അവസാനം ഞങ്ങളുടെ പേരെയൊക്കെ കത്തിച്ചത്. അപ്പോൾ ഇവന് ചൂടെടുക്കും ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ. ഇല്ലടാ നോക്ക് എൻ്റെ ഇവിടെ മസിലും നോക്കണ്ട, അവൻ ചവയ്ക്കുമ്പോൾ. നമ്മൾ പോത്തുകളെ കച്ചവടമൊക്കെ നോക്കുന്നുണ്ട്. പോത്തുകൾ വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് ആരോ പോത്ത് വേണം എവിടെ സ്ഥലം ചോദിക്കണ്ടായിരുന്നു. നമ്മുടെ സ്ഥലം വന്നിട്ട് പല്ലാവൂരാണ് കേട്ടോ, പാലക്കാട് ജില്ലയിലെ നെന്മാറ അറിയാലോ? ശരി തന്നെ, നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ പല്ലാവൂരാണ് കേട്ടോ. പല്ലാവൂർ പറഞ്ഞാൽ പാലക്കാട് പല്ലാവൂർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എനിക്ക് ക്ലീനിങ് പരിപാടി
ഇവിടെ നിന്ന് പോകുന്ന വരെയും പിന്നെ വളം വരാനും മൂത്രം അടിക്കാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ തൊഴുത്തിൽ വന്നു കഴിഞ്ഞാൽ. കാരണം ഇപ്പം നമ്മൾ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ നൈറ്റ് അത്ര നാളെ രാവിലെ എണീറ്റ് വരുമ്പോൾ അത്ര പണി ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീ കത്തുന്നുണ്ട്, വെള്ളം ഒഴിച്ചോ? അപ്പോൾ ഇവിടെ നിന്ന് പച്ചില വെട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ ഫ്ലാഷ് അടിക്കണോ? ഫ്ലാഷ് അടിച്ചു കൊടുക്കും നമുക്ക്. കണ്ട ഫുൾ ഇരുട്ടായിട്ട് പുകയുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നേരെ ഒറ്റ കത്തൽ കത്തിയാലേ പരിപാടി ഉഷാറാവും. സീമക്കൊന്നയുടെ ഇല നിറയുണ്ട് കേട്ടോ. അപ്പോൾ സീമക്കൊന്നൻ്റെ ഇല പൊട്ടിക്കണം ഇപ്പോൾ ഉണ്ട്. അതൊക്കെ സീമക്കൊന്നൻ്റെ ഇലകളാണ്. അപ്പോൾ അവിടെ നിറയെ സീമക്കൊന്നൻ്റെ ഇലയുണ്ട്. പുകയുന്നുണ്ട്. ഇങ്ങനെ പുകഞ്ഞു കഴിഞ്ഞാൽ കൊതുക് വരില്ലല്ലോ കൊണ്ടാണ്. പിന്നെ പച്ചില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വേപ്പിൻ്റെ ഇല സീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പുകഞ്ഞിട്ട് നിൽക്കാനും പറ്റില്ല. ഇതാണ് സീമക്കൊന്നൻ്റെ ഇല കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പുകയും ചെയ്യും. അതുപോലെ തന്നെ കൊതുക് വരില്ല. മെയിനായിട്ട് പച്ചില ഇട്ട് കൊടുക്കുന്നത് കൊതുക് വരാണ്ടിരിക്കാനാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് വേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഇത് എന്തായാലും കത്തു കിട്ടപ്പോൾ വെള്ളം കുറച്ച് മേലെ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തോ. മേലെ കൂടെ വെള്ളമാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഞാൻ പോട്ടെ, കഴിഞ്ഞില്ലേ പരിപാടി? ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ള പരിപാടി കഴിയും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറുള്ള പരിപാടി കഴിയുള്ളൂ. അത്രയും ഡീപ്പായിട്ടാണ് ക്ലീൻ ചെയ്യപ്പോൾ. അപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ പുകയിച്ച് കലിയൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പശുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയോടുകൂടെ നമ്മളുടെ വീഡിയോ നൈറ്റ് നമ്മൾ തൊഴുത്തിൽ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.